മലയാളിക്ക് ഏറ്റവും പഥ്യമായിട്ടുള്ള പാവം മോരിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഗംഭീരമായ സദ്യ കഴിച്ചു, 3-4 കൂട്ടം പ്രഥമനൊക്കെ കഴിച്ച് കൂട്ടിക്കഴിച്ചാൽ പോലും അവസാനം സ്വല്പം മോര് കഴിച്ചില്ലെങ്കിൽ, ചെറുക്ക് മോര് കഴിച്ച് ചോറുണ്ടില്ലെങ്കിൽ സദ്യ സുഖമായി തോന്നില്ല. അങ്ങനെ ആ സദ്യയെ മുഴുവൻ രസമാക്കി മാറ്റുന്നതാണ് ഈ സാരമെന്ന് പറയുന്ന മോര്. സദ്യയുടെ സാരമാണ് മോരെന്ന് പറയാം. 4.5 5.5 pH ഉള്ള ഒരു ആസിഡാണ് മോര്. പക്ഷെ ഈ ആസിഡ് ആമാശയത്തിൽ നിന്ന് ദഹിച്ചു കഴിയുമ്പോൾ ആൽക്കലി എത്തിയിരുന്നുള്ളതാണ് ഒരു വിരോധാഭാസം. ആൽക്കലി ചെന്നാൽ ആസിഡ് ന്യൂട്രലൈസ് ചെയ്തു പോകും. നമ്മളുടെ ആമാശയത്തിലുള്ള അധികമായിട്ടുള്ള ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യാനുള്ള ശേഷി ഈ മോരിനുണ്ട്. അതുകൊണ്ടാണ് ആഹാരത്തിന് ശേഷം പണ്ട് മോര് കഴിച്ചിരുന്നത്. ഇതിന്റെ ശാസ്ത്രീയമായ തത്വം അതാണ്. പുളിച്ചുതേട്ടല്, നെഞ്ചരിച്ചില്, ഗ്യാസിന്റെ പ്രശ്നം തുടങ്ങിയ പല പ്രശ്നങ്ങളും സ്റ്റൊമക്കിൽ ഉണ്ടാവാറുണ്ട്. ഇത്തരം പ്രശ്നങ്ങളൊക്കെ ശമിപ്പിക്കാൻ ഈ മോരിന് സാധിക്കും. കൂടാതെ മോരിലുള്ള പ്രോബയോട്ടിക് അത് ഡൈജഷനെ കൂടുതൽ സഹായിക്കുകയും ചെയ്യും. ഇഞ്ചിയും കരിവേപ്പിലയും പച്ചമുളകും ഒക്കെ ഇട്ടുള്ള മോര നമ്മൾ കഴിക്കാറ്. ഈ സാധനങ്ങളെല്ലാം ഡൈജഷനെ വീണ്ടും വീണ്ടും വർദ്ധിപ്പിക്കുന്ന സാധനങ്ങളാണ്. പിന്നെ ഞങ്ങൾക്ക് നേച്ചർ ലൈഫുകാർക്കുള്ള ഒരു എതിർപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഉപ്പ് കാര്യമായിട്ട് ചേർക്കരുതെന്നാണ് പറയാനുള്ളത്. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഇതിന്റെ ആസിഡ് സ്വഭാവം നിലനിൽക്കുകയും ആൽക്കലി സ്വഭാവം കുറയുകയും ചെയ്യും. അതുകൊണ്ട് ആവുന്നത്ര ഉപ്പ് ചേർക്കാതിരിക്കുക. ചേർക്കുവാണെങ്കിൽ തന്നെ വളരെ കുറച്ച് ഉപ്പ് ചേർക്കുക. പുളിച്ച മോരിലാണ് ഉപ്പ് ചേർത്തല്ലെങ്കിൽ പ്രശ്നമുള്ളത്. കാരണം പുളി കുറയ്ക്കാൻ വേണ്ടി ഉപ്പ് സഹായിക്കും. പുളിക്കാത്ത മോരിൽ ഉപ്പ് ചേർത്തില്ലെങ്കിലും നല്ല ടേസ്റ്റാണ് അതിന്. മോരിന് 24 മണിക്കൂറാണ് അതിന്റെ ഒരു മോരായി തീരാൻ വേണ്ട സമയം. നമ്മൾ ഇന്ന് രാവിലെ 10 മണിക്ക് ഉറവൊഴിച്ചാൽ നാളെ 10 മണിക്ക് അത് മോരായി തീരും. അതൊരു ഉച്ചവരെ ഉപയോഗിക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ മോരിന് കയ്പ്പ് തുടങ്ങും. കാരണം അതിനകത്ത് നമ്മളെ ഡൈജഷനൊക്കെ സഹായിക്കുന്ന ബാക്ടീരിയകളുടെ സ്വഭാവത്തിൽ മാറാൻ തുടങ്ങും. മറ്റ് ബാക്ടീരിയകളിൽ നിന്ന് പ്രവേശിക്കാൻ തുടങ്ങും. അതിന്റെ ഫലമായിട്ട് അതിനകത്ത് ആൽക്കഹോൾ ഉണ്ടാവും. അതുപോലെ അതിനകത്ത് അസിഡിറ്റി ഫോം ചെയ്യും. പിന്നെ ആ മോര് ഗുണത്തെക്കാൾ ദോഷം ചെയ്യും. അതുകൊണ്ട് പഴയ മോര് പരമാവധി ഒഴിവാക്കുക. നല്ല പുതിയ മോര് ഉപയോഗിക്കുക. കാര്യമായിട്ട് പുളിപ്പില്ലാത്ത മോര് ഉപയോഗിക്കുക. പക്ഷേ ഒരു ഗ്ലാസ് നല്ല മോരിന്ന് കഴിക്കാൻ മലയാളിക്ക് അവസരമില്ലാത്ത സങ്കടകരമായ വസ്തുത. 90% പേരും കഴിക്കുന്നത് പാക്കറ്റ് മോരാണ്. അത് ചിലപ്പോൾ 10-15 ദിവസം മുമ്പ് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചതോ ഫ്രിഡ്ജിൽ വയ്ക്കാതെ നോർമൽ ടെമ്പറേച്ചറിലോ സൂക്ഷിക്കുന്ന മോരായിരിക്കാം. പ്ലാസ്റ്റിക് കുപ്പിയിലും പ്ലാസ്റ്റിക് പാക്കറ്റിലൊക്കെ നിറച്ചു വരുന്ന മോരാണ്. അത് കഴിച്ചാൽ ഗുണത്തേക്കാൾ പലപ്പോഴും ദോഷമാണ് ഉണ്ടാവുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു മോര് ഇന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ നാളെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അത് പുളിച്ചു ആർക്കും എന്ന് പറഞ്ഞു. ഈ മോര് 15 ദിവസം കഴിഞ്ഞാലും ഒരു പ്രശ്നമില്ലാതെ നല്ല സുന്ദരനായിട്ടിരിക്കും, നല്ല ടേസ്റ്റോടു കൂടി ഇരിക്കും. അതിന്റെ പിന്നിലുള്ള രഹസ്യമാണ് ഞാൻ വെളിപ്പെടുത്താൻ പോണത്. സോഡിയം ബെൻസോയിക്ക്, അതുപോലെ പൊട്ടാസ്യം സോർബേറ്റ്, അതുപോലെ ലാക്റ്റിക് ആസിഡ്, സിട്രിക് ആസിഡ്, ആന്റി മൈക്രോബിൻ, ഇങ്ങനെയുള്ള പല സാധനങ്ങളും ചേർത്തിട്ടാണ് ഇത് പുളിക്കാതെ വച്ചിട്ടുള്ളത്. ഈ സാധനങ്ങളെല്ലാം ശരീരത്തെ സംബന്ധിച്ചോളം പാഷാണങ്ങളാണ്, വിഷങ്ങളാണ്. ഇത് ഉള്ളിൽ ചെന്നാലും നമുക്ക് ആരോഗ്യം കൂടുകയല്ല, ഉള്ള ആരോഗ്യം കൂടി ഇല്ലാതെയാകും. നമ്മളെ സഹായിക്കുന്ന ബാക്ടീരിയകൾ ചത്തുപോകും. മറ്റ് സാധാരണ ടെമ്പറേച്ചറിൽ 10-15 ദിവസം കേടാവാതിരിക്കുന്ന മോര് ഒരു കാരണവശാലും ഉപയോഗിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊരു പ്രശ്നം, ഇത് സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന കുപ്പിയാണെങ്കിലും പ്ലാസ്റ്റിക് കവറാണെങ്കിലും ഇത് ആസിഡാവുന്ന പതൊക്കെ ദഹിച്ച് വെച്ചാൽ അതിനെ തിരിച്ചേരും. ഈ പ്ലാസ്റ്റിക് കുളിച്ചെന്നാൽ അതും നമുക്ക് നാളെ മാരകമായ രോഗത്തിന് കാരണമായി തീരാം. ഒരു ഗ്ലാസ് മോര് നിങ്ങൾ ദിവസവും ഉപയോഗിക്കുക. അത് 2 ഗ്ലാസോ 3 ഗ്ലാസ് ആയാലും കുഴപ്പമൊന്നുമില്ല. അതിനകത്ത് ഷുഗർ 0% ആണ്. അതിനകത്ത് കലോറി ഒന്നും ഇല്ല. അതുകൊണ്ട് പ്രമേഹമുള്ളവരും പ്രമേഹമില്ലാത്തവരും എല്ലാവരും ഉപയോഗിക്കേണ്ട ഒരു ആഹാര പദാർത്ഥമാണ് മോര്. കുറച്ച് പാല് മേടിക്കുക, വീട്ടിൽ തന്നെ ഉറയൊഴിക്കുക. പ്ലാസ്റ്റിക് കുപ്പി ഉപയോഗിക്കരുത്. ഒന്നുകിൽ ഗ്ലാസിന്റെ കുപ്പി ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഭരണി ഉപയോഗിക്കുക. അതിനകത്ത് ഉറയൊഴിച്ച് വയ്ക്കുക. അത് പിറ്റേ ദിവസം എടുത്തിട്ട് നമ്മൾ കലക്കി മോരാക്കി ഉപയോഗിക്കുക. ആ മോരിന്ന് വളരെ വിശിഷ്ടമായിട്ടുള്ള വെണ്ണ കിട്ടും, അതും ഉപയോഗിക്കാം. കൊളസ്ട്രോൾ കൂടുന്ന പേടിക്കേണ്ട ആവശ്യമില്ല. കൊളസ്ട്രോൾ കൂടുന്നത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന പാല് പൊളിപ്പിച്ച് തൈരാക്കി മാറ്റി അത് കടഞ്ഞെടുക്കാത്ത നെയ്യ് ഉപയോഗിക്കുമ്പോഴാണ് നമ്മളുടെ കൊളസ്ട്രോൾ കൂടുന്നത്. ഈ നെയ്യ് നിങ്ങൾ ഒരു 1/2 സ്പൂൺ ദിവസം ഉപയോഗിച്ചാൽ ഒരു കാരണവശാലും കൊളസ്ട്രോൾ കൂടാൻ പോകുന്നില്ല. ഒപ്പം നമ്മളുടെ ന്യൂറോപ്പതിയെ കുറയ്ക്കാനും
അതുപോലെ സെക്ഷൽ ഡിസ്ഫങ്ഷനൊക്കെ മാറ്റാനും ശരീരത്തിന്റെ ഫ്ലെക്സിബിലിറ്റി വർദ്ധിപ്പിക്കാനും ആരോഗ്യത്തെ വർദ്ധിപ്പിക്കാനും വളരെ സഹായകരമായിരിക്കും ഈ നെയ്യ്.